ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആർദ്രാസ് ഹാപ്പി ട്രെയിൽ. ഇന്നിവിടെ താങ്ക്സ് ഗിവിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വ്ളോഗാണ്. അതിൻ്റെ ഡിന്നർ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. നവംബർ മാസത്തിലെ 4th Thursday ആണ് കേട്ടോ താങ്ക്സ് ഗിവിംഗ് വരുന്നത്. അത് ഇവിടുത്തെ ഒരു വലിയ സെലിബ്രേഷൻ തന്നെയാണ്. മെയിനായിട്ട് ഇവിടുത്തെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ആണെന്ന് പറയാം. നമ്മുടെ ഫാമിലി ആയിട്ടും നമ്മൾ ഇഷ്ടപ്പെടുത്തവരായിട്ടും ഒരു ഗെറ്റ് ടുഗദർ പോലെ ആയിട്ട് ഡെലീഷ്യസ് ഫുഡൊക്കെ സെർവ് ചെയ്ത് കഴിക്കുന്ന ഒരു ദിവസമാണ്. ഇവിടെ ചിക്കനൊക്കെ ഫുള്ള് റെഡിയാണ്. ശരിക്കും ഇവിടെ താങ്ക്സ് ഗിവിങ്ങിന് ടർക്കിയാണ് ഇങ്ങനെ ഓവനിലൊക്കെ വെച്ച് ബേക്ക് ചെയ്യുക. പക്ഷെ നമ്മളിപ്പോൾ ചിക്കനാണ് ചെയ്യാൻ പോണേ. അപ്പോൾ ചിക്കൻ ഏട്ടൻ കഴുകി സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനുള്ള മാരിനേഷനൊക്കെ റെഡിയാക്കണം. അപ്പോൾ റെസിപ്പിയൊക്കെ ഞാൻ ഓൾറെഡി നോക്കി വെച്ചിട്ടുണ്ട്. ലക്ഷ്മിനാരുടെ റെസിപ്പിയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു ഇംഗ്ലീഷ് സ്റ്റൈല് ചിക്കൻ റോസ്റ്റാണ്. അപ്പോൾ അതിനുള്ള ഐറ്റംസൊക്കെ ഇവിടെ റെഡിയാണ്. ഇനി അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത്, ഇത് റോസ്മേരി ലീവ്സ്, ഇത് സേജ്, ഇത് പാഴ്സ്ലി ലീവ്സ്, അതെല്ലാം ഒന്ന് സെറ്റാക്കണം കേട്ടോ. ഇതൊക്കെ നല്ലൊരു സ്മെല്ലാണ്. ഇതൊക്കെ നല്ല സ്മെല്ലാണ് ഇതെല്ലാവരും. ഇന്നെന്താ ദിവസം ധ്രുവക്കുട്ടാ? ഇന്നെന്താണ്? ഇന്നെന്താ നിനക്ക് ലീവ് സ്കൂള്? അപ്പോൾ മോനിവിടെ നല്ല ഹാപ്പിയാണ്. അവൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട് ഇന്ന് ഡിന്നറിന്. ഓക്കെ, ഈ ടർക്കി കാണിച്ചു തരോ? ഇത് അവൻ ക്ലേ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ടർക്കി. അതിന്റെ വായ വീണു പോയോ? ഓക്കെ. ഈ വർഷത്തെ താങ്ക്സ് ഗിവിങ് കുറച്ചുകൂടി സ്പെഷ്യലാണ്. നമുക്കിവിടെ അച്ഛനും അമ്മയുണ്ട്, പിന്നെ വാവ വന്നിട്ടുള്ള ഫസ്റ്റ് താങ്ക്സ് ഗിവിങ് ആണ്. പിന്നെ എൻ്റെ കസിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരും ഉണ്ടായിരിക്കും. കഴിഞ്ഞ വർഷം ഞങ്ങൾ അവരുടെ വീട്ടിലായിരുന്നു താങ്ക്സ് ഗിവിങ് സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഈ വർഷം ഞങ്ങൾ ഇവിടേക്ക് ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ഡിന്നർ പ്രിപ്പറേഷനുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ആരംഭിച്ച് കഴിഞ്ഞു. അപ്പോൾ ലീവ്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെജീസ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛനും ഏട്ടനും കൂടി ഇവിടെ വെജീസൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അച്ഛനാണ് ഇവിടുത്തെ കട്ടിങ് മാസ്റ്റർ. ഏട്ടനാണെങ്കിൽ ജൂനിയർ മാസ്റ്റർ എന്ന് പറയാം. കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവാനുണ്ട്. ഇങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് ഓരോ പണികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നൂല്ലേ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് ലക്ഷ്മി നായരുടെ റെസിപ്പിയാണ്. ഒരു ഇംഗ്ലീഷ് സ്റ്റൈലിലുള്ള ചിക്കൻ റോസ്റ്റാണ്. അപ്പോൾ അതിന് ബട്ടർ, പിന്നെ ഈ പറഞ്ഞ ലീവ്സൊക്കെ, പിന്നെ പെപ്പർ, സാൾട്ട്, അതൊക്കെ വെച്ചിട്ടാണ് ഒരു മാരിനേഷൻ ചെയ്യുന്നത്. ഇനി ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് പിന്നെ ചിക്കൻ്റെ ആ ഒരു സ്കിന്നിനും ആ ഒരു ഫ്ലഷിനും ഇടയിലുള്ള ഒരു ഗ്യാപ്പിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതായിരുന്നു കേട്ടോ മെയിൻ പണിയായിരുന്നു. അപ്പോൾ അതിന് ഏട്ടനും ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഈ ഒരു പണി അവിടെ നടക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ താങ്ക്സ് ഗിവിങ് എന്താണെന്ന് ഞാനൊന്ന് പറയാം. നമ്മുടെ നാട്ടിലെ ഓണൊക്കെ പോലെ ഇവിടുത്തുകാർ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഹാർവെസ്റ്റ് ഫെസ്റ്റിവലാണ് കേട്ടോ താങ്ക്സ് ഗിവിങ്. പണ്ട് കാലത്ത് യൂറോപ്യൻസ് ഇവിടെ വന്ന സമയത്ത് അവർക്ക് ഇവിടുത്തെ കൃഷിയൊക്കെ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തത് ഇവിടുത്തെ നാറ്റീവ് അമേരിക്കൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു നന്ദി സൂചകമായിട്ട് ഈ ഒരു വിളവെടുപ്പ് കാലത്തിൻ്റെ അവസാന കാലത്ത് അവർക്ക് കൊടുത്തൊരു ട്രീറ്റാണ് ഈ താങ്ക്സ് ഗിവിങ്. അപ്പോൾ വിൻ്ററൊക്കെ തുടങ്ങുന്നതിന് മുന്നായിട്ട് നവംബർ മാസത്തിലെ 4th Thursday ആണ് ഇവിടെ താങ്ക്സ് ഗിവിങ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണൊരു അമേരിക്കൻ താങ്ക്സ് ഗിവിങ്. പിന്നെ ഏതൊരു നാണയത്തിനും 2 വശമുള്ള പോലെ ഇത് ഇവിടുത്തെ ആളുകൾ പറയുന്ന സ്റ്റോറിയാണ്. മേ ബി വേറെ രാജ്യത്ത് ഈ ഒരു കഥ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ലൈഫിലുള്ള എല്ലാ ഗുഡ് തിങ്സിനും നമ്മുടെ ഇഷ്ടപ്പെട്ടവരോടൊപ്പം ദൈവത്തിനോട് നന്ദി പറയുന്നൊരു ദിവസമാണ് ഈ താങ്ക്സ് ഗിവിങ്. നമ്മളുടെ ലൈഫിൽ ഗുഡ് തിങ്സിനോട് നന്ദി പറയാന്ന് വെച്ചാൽ അതൊരു ഗുഡ് തിങ് അല്ലേ. അപ്പോൾ ഓരോ രാജ്യത്തിലും ഇതുപോലെയുള്ള ട്രഡീഷൻസ് ഫോളോ ചെയ്യാൻ സാധിക്കുന്നത് നല്ല കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളും ഇതൊക്കെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഓവൻ്റെ ഉള്ളിൽ വെക്കാൻ പോവാണ്. എന്താവും എന്താ നോക്കാം. അമ്മ അതും തുറന്നു.
അപ്പോൾ ഈ താങ്ക്സ് ഗിവിങ്ങിൻ്റെ പ്രധാന താരം ടർക്കി കോഴിയാണ്. അപ്പോൾ അതാണ് അവർ ഓവനിലൊക്കെ വെച്ച് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ ആർക്കും ടർക്കി വലിയ താല്പര്യമില്ല, അത് കാരണം നമ്മൾ ചിക്കനാക്കി. അപ്പോൾ ഓവനൊക്കെ ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചിക്കൻ ഉള്ളിൽ കയറ്റി വെക്കുകയാണ്. അതൊരു 1 അവർ 1.5 അവർ ആവും എന്തായാലും കുക്കായിട്ട് വരാൻ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് വെജീസും കൂടെ ബേക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതും മാരിനേറ്റ് ചെയ്ത് ഒലിവ് ഓയിലും പിന്നെ സ്പൈസസൊക്കെ വെച്ച് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ടർക്കിയോടൊപ്പം തന്നെ അവർ ഹാർവെസ്റ്റ് ചെയ്ത് കിട്ടുന്ന വെജീസ്, കോണ്, സ്വീറ്റ് പൊട്ടറ്റോസ്, മാഷ്ഡ് പൊട്ടറ്റോസ്, ക്രാൻബെറി സോസ്, അതുപോലെ പംകിൻ പൈ ഓർ പീക്കൻ പൈ, ഇതൊക്കെ അഥൻറ്റിക്കായിട്ട് സെർവ് ചെയ്യുന്ന ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചപ്പോഴേക്കും ചേച്ചിയും ചേട്ടനും മോനൊക്കെ വന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി വർത്താനം പറഞ്ഞിട്ടിരിക്കുകയാണ്. റിയാൻ വന്നപ്പോൾ പിന്നെ ധ്രുവ് ഹാപ്പിയായി. പിന്നെ അവർ രണ്ടുപേരും കൂടിയുള്ള കളിയായി. അപ്പോൾ ഒരു 40 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ചിക്കൻ കുറച്ചൊക്കെ ഒന്ന് ബേക്കായി, അതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് ബോയിലായി വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഗ്രേവിക്ക്. അപ്പോൾ അത് നമ്മളിങ്ങനെ മേലോടുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഒരു 20 മിനിറ്റ്സ് വെക്കണം. അത് കഴിഞ്ഞ് ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ ആ ഒരു ചിക്കൻ ഫുള്ളി കുക്ക്ഡ് ആവണ വരയ്ക്കും വെക്കണം. ടോട്ടൽ ഒരു 1.5 അവേഴ്സ് എടുത്തു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ വാവക്കുട്ടൻ എഴുന്നേറ്റു കേട്ടോ. അവൻ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുന്നുണ്ട്. അവൻ്റെ ഒരു താങ്ക്സ് ഗിവിങ് ഡ്രസ്സാണിത്. എങ്ങനെയുണ്ട്? ഇതാ അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഫുള്ളി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അത് ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്തു, ഫുള്ളി കുക്ക്ഡ് ആണ്. എനിക്ക് ഫസ്റ്റ് ടൈം ഇത് ട്രൈ ചെയ്യുന്നതുകൊണ്ട് നല്ല ടെൻഷനായിരുന്നു. പക്ഷേ സംഭവം കുഴപ്പമില്ല, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ താഴെയുള്ള ഗ്രേവി ഒന്ന് സ്റ്റൗവിൽ വെച്ച് ബട്ടറും മൈദയൊക്കെ ആഡ് ചെയ്തൊന്ന് കുറുക്കിയെടുക്കണം. അതിനു മുന്നേ ഈ ചിക്കൻ ഒന്ന് പൊട്ടാതെ പ്ലേറ്റ് ചെയ്യണം. അതാണ് അടുത്ത ടാസ്ക്. നമ്മളിപ്പോൾ ഒരു ഇന്ത്യൻ അമേരിക്കൻ മിക്സ്ഡ് ആയിട്ടാണ് ഫുഡ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അമ്മ പൊറോട്ട ഉണ്ടാക്കുന്നുണ്ട്. ബീഫ് കറി ഓൾറെഡി സെറ്റാണ്. കാരണം ഇവരുടെ ഫുഡിലൊന്നും അധികം മസാല ഉണ്ടാവില്ല. നമ്മൾ കുറേ മസാലയൊക്കെ കഴിച്ചിട്ട് അതില്ലാത്ത ഫുഡൊന്നും നമുക്ക് സെറ്റാവില്ല. ഇതാപ്പം നമ്മുടെ താങ്ക്സ് ഗിവിങ് ഡിന്നർ റെഡിയാണ്. ടേബിളൊക്കെ അറേഞ്ച് ചെയ്തു. എന്തൊക്കെയാണ് ഐറ്റംസ് കണ്ടാലോ? ഇതാണ് കോക്കനട്ട് പൈ, പിന്നെ ഇസ്റ്റു ഉണ്ട്, ബീഫ് കറി, പിന്നെ ചിക്കൻ വിങ്സ്, ഇത് അവർ കൊണ്ടുവന്നതാണ്, പിന്നെ മാഷ്ഡ് പൊട്ടറ്റോ, പിന്നെ ബേക്ക്ഡ് ചിക്കൻ, വെള്ളയപ്പം, പിന്നെ ആ ചിക്കൻ്റെ ഒരു ഗ്രേവി ഉണ്ട്, പൊറോട്ട, പിന്നെ വെജീസ്, ബേക്ക്ഡ് വെജീസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വിഭവ സമൃദ്ധമായ താങ്ക്സ് ഗിവിങ് ഡിന്നർ. അപ്പോൾ ഇനി എല്ലാവരും കഴിക്കാൻ വേണ്ടി ഇരിക്കാൻ പോവാണ്. ഈ ഒരു ചിക്കൻ കട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അടുത്തൊരു മെയിൻ പണി. അത് നല്ല രീതിയിൽ കട്ട് ചെയ്യാൻ അറിയണം. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കഴിക്കുന്നതിനൊരു രീതിയൊക്കെ ഉണ്ട് കേട്ടോ. ഈ ചിക്കൻ, മാഷ്ഡ് പൊട്ടറ്റോ, പിന്നെ ആ ചിക്കൻ്റെ ആ ഒരു ഗ്രേവി, പിന്നെ ബോയിൽഡ് ഓർ ബേക്ക്ഡ് വെജീസ്, പിന്നെ ക്രാൻബെറി സോസ് ഉണ്ടെങ്കിൽ നമുക്ക് അതുകൂടി ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി കഴിക്കാം കേട്ടോ. എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ചിരുന്ന് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നല്ലൊരു സന്തോഷമാണല്ലേ. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഇതുപോലെ ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോഴായിരിക്കും അന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുക. ഇന്ന് കാലം മാറിയപ്പോൾ ഫുഡ് കഴിക്കുന്നതാകട്ടെ കൂടുതൽ ആൾക്കാരും ഫോൺ നോക്കിയോ അല്ലെങ്കിൽ TV കണ്ടൊക്കെ ആയിരിക്കും. എന്താ കഴിക്കുന്നതെന്ന് പോലും അറിയുന്നുണ്ടാവില്ല. ഡെയിലി ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് അന്നത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ഫുഡ് കഴിക്കാൻ സാധിക്കണം. എന്നാലേ അവിടെ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു താങ്ക്സ് ഗിവിങ്. ഇപ്പോൾ 2024 കഴിയാൻ പോവാണ്. ഈ ഒരു വർഷം ഒരുപാട് നല്ല കാര്യങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ വാവ വന്ന വർഷമാണ്. അപ്പോൾ ഈ ഒരു വർഷം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എല്ലാ ഗുഡ് തിങ്സിനും ദൈവത്തിനോട് നന്ദി പറയുന്നു. അപ്പോൾ 2025 നല്ലൊരു വർഷമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ എല്ലാ കൂട്ടുകാർക്കും 2025 നല്ലൊരു വർഷമായിട്ട് മാറട്ടെ. സോ ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഹൂ യു ആർ ആൻഡ് വാട്ട് യു ഹാവ്. താങ്ക്സ് ഫോർ വാച്ചിങ്.